Morning YouTube. So we are using the Blue Sniper again. Let's hope for something early this morning. An eternity later. നമ്മളിന്ന് പിടിച്ച മീനെല്ലാം നല്ല ഉപ്പെല്ലാം ഇട്ട് നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്നുകൂടെ നമ്മൾ വെള്ളത്തിലിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുകയാണ്. വൃത്തിക്ക് തന്നെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മളതിനെ നല്ല രീതിയിൽ വരയാൻ പോവുകയാണ്. ഇങ്ങനെ വരച്ച് വെച്ച് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി. അതിന് മുട്ട ഉണ്ടായിരുന്നു. ഇത് കാണിച്ചേ, അച്ചൂടാ. ഉണ്ടാക്കി വെച്ച മസാല നമ്മൾ നൈസായിട്ട് വരഞ്ഞ് വെച്ച ഭാഗത്തും അതിൻ്റെ ഉള്ളിലും എല്ലായിടത്തും നല്ല നൈസായിട്ട് തേച്ച് വെക്കണം. അതിൻ്റെ അകത്ത് നമ്മൾ കട്ട് ചെയ്ത സ്ഥലത്ത് എല്ലാം നൈസായിട്ട് നമ്മൾ ഫുൾ മസാല നമ്മൾ നൈസായിട്ട് തേച്ച് കൊടുക്കുകയാണ്. അടുത്ത മീൻ എടുത്തിട്ട് അതേപോലെ തന്നെ മസാലയെല്ലാം നമ്മൾ അതിൻ്റെ അകത്ത് നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കുകയാണ്. നല്ല എരിവുണ്ട് കേട്ടോ. അപ്പം നമ്മൾ മസാലയെല്ലാം തേച്ച് വെച്ച്
മീൻ നൈസായിട്ട് നമ്മൾ കൊണ്ടുപോയിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിനകത്തോട്ട് വെച്ചേക്കാം. എന്നിട്ട് നമുക്ക് എടുത്തിട്ട് വറക്കാം. അപ്പം സെറ്റ് ആയിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അപ്പം എടുക്കാം. പാൻ എടുത്തതിന് ശേഷം അത്യാവശ്യത്തിന് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ കറിവേപ്പിലേക്ക് ഇട്ട് വെള്ളമുണ്ടല്ലേ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ മേളിൽ നമ്മുടെ മീൻ ഇങ്ങനെ ഇട്ടെടുക്കുകയാണ്. രണ്ടാമത്തെ മീൻ നമ്മൾ ഇട്ട് കൊടുത്ത് കുട്ടി മീനും എല്ലാം നമ്മൾ പാവത്തിന് വേണ്ടി ഇട്ടെടുക്കുകയാണ്. ബാക്കിയുള്ള മസാല നമ്മൾ അതിനെ ചേർത്ത് വെച്ചിട്ട് അപ്പോഴത്തേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ മേലിൽ കൂടെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഓയിൽ സ്പിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. നല്ല അടിപൊളി സ്മെല്ല്. അത് വാസന ഇവിടം വരെ അടിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം സമയമായിട്ടുണ്ട്. നമുക്കിങ്ങനെ മറിച്ചിടാം. നല്ല രസമുണ്ട്. സുഖമായിട്ടൊന്ന് കൈകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഓൾ സെറ്റ്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വേണ്ട ഫുഡിൻ്റെ കൂടെ ടേസ്റ്റ് ചെയ്യട്ടെ. ഓക്കെ. അപ്പോൾ ഗൈസ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനൊരു സ്വല്പം എടുത്ത് കുറച്ച് ചോറ്, നമ്മുടെ സ്പെഷ്യൽ ചമ്മന്തി, പിന്നെ കുറച്ച് അച്ചാറും, പിന്നെ നമ്മുടെ സ്പെഷ്യൽ ജിഞ്ചിൻ ചാക്കടി സാധനവും. നമുക്കത് കഴിച്ചു നോക്കാം. ഒരു രക്ഷയില്ല.